ആലപ്പുഴയിലെയും എറണാകുളം ജില്ലയിലെയും ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയാണിത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘം വീടുകളിൽ കവർച്ചയ്ക്കെത്തുമോ എന്ന ആശങ്ക പലർക്കും കാണും. ആലപ്പുഴയിലെ കുറുവാ മോഷണ പരമ്പരയിൽ പിടിയിലായ പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു. തമിഴ്നാട് സ്വദേശി സന്തോഷ് കൊച്ചി കുണ്ടന്നൂരിൽ വെച്ച് പൂർണ്ണ നഗ്നനായാണ് രക്ഷപ്പെട്ടത്. പോലീസിൻ്റെ പിടിയിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുറുവാ സംഘമാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. രണ്ടുപേരെ കീഴ്പ്പെടുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എവിടെ വെച്ചാണ് കുറുവാ സംഘം പോലീസിൻ്റെ വലയിലായത്? ഈ പ്രതി രക്ഷപ്പെട്ടത് പോലീസിൻ്റെ വീഴ്ചയാണോ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഒക്ടോബർ 30 മുതൽ ആലപ്പുഴയിലെയും ഒപ്പം തന്നെ ആലപ്പുഴയ്ക്ക് ശേഷം കൊച്ചിയിലെയും അടക്കം 2 ജില്ലകളിൽ ആശങ്ക പരത്തിക്കൊണ്ടാണ് കുറുവാ സംഘം ഇപ്പോൾ അവരുടെ മോഷണ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ചില CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുറുവാ സംഘത്തിൽ അല്ലെങ്കിൽ മോഷ്ടാക്കൾ സംബന്ധിച്ചൊരു വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവർ കുറുവാ സംഘ അംഗങ്ങളാണ് എന്നുള്ള സ്ഥിരീകരണവുമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഈ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളെ പിടിക്കാനാകും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് കുണ്ടന്നൂർ പാലത്തിന് അടിഭാഗത്തായി ഇത്തരത്തിൽ തമിഴ് സംഘം കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ള വിവരം ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നു. പ്രത്യേകിച്ച് മണ്ണഞ്ചേരി പോലീസ്, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മോഷണം നടന്ന ഇടമാണ് മണ്ണഞ്ചേരി. ആ മണ്ണഞ്ചേരി പോലീസിന് വിവരം ലഭിക്കുകയും മണ്ണഞ്ചേരി എസ് ഐ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലേക്ക് പുറപ്പെടുകയുമായിരുന്നു. എന്നാൽ കുണ്ടന്നൂരിൽ ഈ തമിഴ് സംഘങ്ങൾ ഉണ്ട്, കുണ്ടന്നൂർ പാലത്തിന് അടിയിൽ ഈ തമിഴ് സംഘങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിൽ സന്തോഷ് നാളെ പോലീസ് കണ്ടെത്തുന്നു. ഈ സന്തോഷ് നേരത്തെ മോഷണ കേസുകളുമായി ബന്ധമുള്ള ആളാണ്. ഒപ്പം തന്നെ സന്തോഷുമായി ബന്ധപ്പെട്ട് കുറുവാ സംഘവുമായി ബന്ധമുള്ള ആളാണ് എന്നുള്ള ഒരു നേരത്തെയുള്ള കേസ് റെക്കോർഡുകൾ പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷിനെ മണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇയാളെ വിലങ്ങ് വെച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന തമിഴ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഈ പോലീസ് വാഹനം വളയുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ നീക്കം ചെയ്യുന്ന ശ്രമത്തിനിടയിലാണ് സന്തോഷ് ഒരു ചതുപ്പിലേക്ക് ചാടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. DIGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിൽ തിരച്ചിൽ നടത്തുന്നത്. ഒപ്പം തന്നെ പ്രതിക്കായി ഫയർഫോഴ്സും സ്കൂബ ടീമും തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇയാളാണോ ഈ മോഷണ കേസിൽ പ്രതികൾ എന്നതിനെ സംബന്ധിച്ച് പോലീസ് ഒരു കൺഫർമേഷൻ നമുക്ക് തരുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഇയാൾക്ക് പഴയ കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതി എന്തായാലും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ്. ഏത് കൂരിരുട്ടിലും ഒളിച്ചിരുന്ന് വീടുകൾ കയറി പണവും സ്വർണവും മോഷ്ടിക്കും. എതിർക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാനും കൊലപ്പെടുത്താനും പോലും മടിയില്ലാത്ത അക്രമകാരികൾ. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന കുറുവാ സംഘം മലയാളിക്കിപ്പോൾ പേടി സ്വപ്നമാണ്. ആലപ്പുഴയിലും തുടർന്ന് എറണാകുളത്തും ഭീതി പരത്തി ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘമെന്നാണ് പോലീസിന്റെ നിഗമനം. കവർച്ചാ സംഘത്തെ പിടികൂടാൻ 10 അംഗ സംഘത്തെ രൂപീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ആറ് വീടുകളിലാണ് കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന മോഷണ സംഘം എത്തിയത്. പല വീടുകളുടെയും പിൻവാതിലുകൾ ഇളക്കി അകത്ത് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണർന്നതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. രാത്രി ഒരു 1 മണി സമയത്താണ് ഞാൻ അമ്മയും ഉറങ്ങിയിരുന്നു. അമ്മയാണ് ആദ്യം സൗണ്ട് കേട്ട് വാതില് കുറ്റിയിടണ ലൈറ്റ് അടിച്ചിട്ട് കുറ്റിയിടണ ഒച്ചയിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ഇവിടെ ചവിട്ടണ പൊളിക്കണ സൗണ്ട് കേട്ടു. അപ്പൊ അമ്മ എന്നെ വിളിച്ചപ്പോ തന്നെ പിന്നെ ലൈറ്റ് ഇടുകയും ചെയ്തു. അപ്പൊ തന്നെ അവര് പോവുകയാണ് ചെയ്ത്. മോഷണത്തിന് എത്തിയത് കുറുവാ സംഘമാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ആലുവ റൂറൽ SP സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പറവൂർ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും നാട്ടുകാർ ഇപ്പോഴും ഭീതിയിലാണ്.
അവർ മോഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം മോഷ്ടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കൊല ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളിപ്പോൾ ഭയങ്കര ഭീതിയോടെ കാണുന്നത്. ന്യൂസ് 18 കൊച്ചി, ആലപ്പുഴ.